എൻ്റെ പേര് കോമളവല്ലി. സ്പൈനൽ കോഡിൻ്റെ സർജറി കഴിഞ്ഞതാണ്. ഏകദേശം 12 വർഷമായിട്ടുണ്ടാവും. അത് റിംസ് ഹോസ്പിറ്റലിലാണ് ചെയ്തത്. ഞാൻ വളരെ കടപ്പിലായതിനു ശേഷം ചെയ്തതാണ്. അപ്പോൾ എനിക്ക് വേദനയൊക്കെ മാറി സുഖമായി. ഞാൻ നന്നായിട്ട് നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2-3 വർഷമായപ്പോൾ എനിക്ക് പിന്നെ തീരെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടായി തുടങ്ങി. ഞാൻ അങ്ങനെ വീഴാൻ തുടങ്ങി. ഞാൻ അവിടെ എല്ലാ സ്ഥലത്തും വീഴും. ഒരു പ്രാവശ്യം വീണ എൻ്റെ കൈ ഒടിഞ്ഞു പോയി. പ്ലാസ്റ്റർ അങ്ങനെ ഓപ്പറേഷനൊക്കെ ചെയ്ത് PCHS കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെയായി കുറേ ഇടയ്ക്കിടയ്ക്ക് വീഴും. കാല് ഇങ്ങനെ സ്ലിപ്പായിട്ട് എൻ്റെ കാലിനൊക്കെ എപ്പോഴും പരുക്ക് പറ്റും. അങ്ങനെ വളരെ നിരാശയോട് കൂടി ഇങ്ങനെ കഴിയുമ്പോഴാണ് എൻ്റെ ഒരു അടുത്ത ബന്ധു പറഞ്ഞത്, പിന്നെ ഈ ECHS കൂടി നമുക്ക് ആയുർവേദ ചികിത്സ കിട്ടും, ശ്രീ സുബ്രഹ്മണ്യ നഴ്സിംഗ് ഹോമിൽ ചെന്നാൽ മതി, നിങ്ങളെ അടുത്താണ്, നിങ്ങൾ ഇതിനെപ്പറ്റി അറിഞ്ഞില്ലെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ റിലേറ്റീവ് എൻ്റെ അടുത്ത ബന്ധു ഈ ആയുർവേദ ചികിത്സ ചെയ്ത് സുഖമായിട്ടുണ്ട്. ഇത് എൻ്റെ മേൽ തന്നെ ഓപ്പറേഷൻ ചെയ്താണ്. അപ്പോൾ അവർക്ക് സുഖമായി എന്ന് കേട്ടപ്പോൾ ഇവിടെ ഇത്രയും അടുത്തുള്ള ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഞാൻ അറിഞ്ഞപ്പോൾ ഞാനിവിടെ ഈ നഴ്സിംഗ് ഹോമിലേക്ക് റെഫറൽ വാങ്ങണം. ആദ്യം നമ്മൾ ഡോക്ടറെ കാണിച്ച് നമ്മളെ വിവരങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ ECHS പോയിട്ട് റെഫറൽ വാങ്ങി. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് അഡ്മിറ്റായതാണ്. അഡ്മിറ്റായതിനു ശേഷം ട്രീറ്റ്മെൻറ്റ് അന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് തന്നെ കിഴിയൊക്കെയാണ് ചെയ്യുന്നത്, പൊടിക്കിഴിയൊക്കെയാണ്. ഡോക്ടർ വന്ന ദിവസവും നമ്മൾ വന്ന് നോക്കും, BP എല്ലാം നോക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. ഈ ട്രീറ്റ്മെൻറ്റൊക്കെ എനിക്ക് വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ ശരിയായിട്ടുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഇങ്ങനെ താവുന്നുണ്ട്. കാരണം ഞാൻ രാത്രിയൊന്നും ഞാൻ ഇട്ട് ഉറങ്ങാതെയാണ് ജീവിച്ചത്. എനിക്ക് ഇടത്ത് ഭാഗം മുഴുവൻ തളർന്ന രീതിയിൽ രാത്രിയൊന്നും ഞാൻ ഒട്ടും ഉറങ്ങാണ്ട് ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. വീട്ടിൽ നിന്ന് നടക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് കഴിഞ്ഞത്. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ ശേഷം പെട്ടെന്ന് എൻ്റെ മസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി, കാലിനൊക്കെ രക്തം ഓടാൻ തുടങ്ങി, ഇടുപ്പ് മുതലൊക്കെ. പിന്നെ ഒരു തേപ്പും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലി എന്തെങ്കിലും ഞാൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇടുപ്പിന് വേദന വരും, ഒരു നീർക്കെട്ട് വരും. അപ്പോൾ അതിന് തേപ്പിട്ട്, അപ്പോൾ ആ തേപ്പൊക്കെ ഇട്ടപ്പോൾ എനിക്ക് നല്ല വ്യത്യാസം വന്നു, വേദനയൊക്കെ മാറി. പിന്നെ അങ്ങനെ ഞാനിപ്പോൾ ഇത്രയും ദിവസം ഇപ്പം 12 ദിവസത്തെ ട്രീറ്റ്മെൻറ്റാണ് ചെയ്തത്. ഇപ്പോൾ മസിലൊക്കെ ശരിക്കും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മരുന്നൊക്കെ വലിയ റൂമിൽ എത്തിച്ച് തരും, എല്ലാം ചെയ്യും. ഡോക്ടർ എപ്പോഴും നമ്മൾ റൂമിൽ തന്നെ വരും. എല്ലാം നല്ല സൗകര്യമുള്ള ഹോസ്പിറ്റലാണ്, അറ്റാച്ച്ഡ് റൂമും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ കൂടെ ഉള്ള ബൈസ്റ്റാൻഡർ ഉള്ളൊരു സൗകര്യമൊക്കെ അതുമുണ്ട്. പിന്നെ ക്യാൻറ്റീൻ സൗകര്യമുണ്ട്. നമുക്കുള്ള എല്ലാ ഡയറ്റൊക്കെ ഉള്ളവർക്ക് പറ്റിയ ഭക്ഷണമൊക്കെയാണ് ഇവിടുന്ന് തരുന്നത്. രാത്രിക്ക് ഊണ് കഴിക്കാത്തവർക്കൊക്കെ ആണെങ്കിൽ ചപ്പാത്തി എല്ലാം ഉണ്ട്. ഇനി കഞ്ഞി വേണ്ടുന്നവർക്കാണെങ്കിൽ കഞ്ഞി, നമുക്ക് ഇപ്പോൾ 11 മണിക്ക് എന്താ വേണം എല്ലാം നമുക്ക് കിട്ടും. എല്ലാ ഭക്ഷണവും നമുക്കൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടുത്തെ സർവീസൊക്കെ നല്ല, ഭക്ഷണം കൊണ്ടുവരുന്നതൊക്കെ നല്ല ഇതാണ്. അവരൊക്കെ നല്ല ഇതാണ്, സ്വഭാവമൊക്കെ നല്ല, പെരുമാറ്റമൊക്കെ നല്ലൊരു ഇതാണ്. നമ്മളെ വീട്ടിലുള്ളവരോടുള്ള മാതിരി എന്താ വേണ്ടതൊക്കെ ചോദിച്ചൊക്കെ അവർ ചെയ്തു തരും. എല്ലാം നല്ല രീതിയിലാണ് എല്ലാം മുന്നോട്ട് പോയത്. അപ്പോൾ എനിക്കിവിടെ നല്ല, പിന്നെ ട്രീറ്റ്മെൻറ്റുള്ള കുട്ടികളൊക്കെ നല്ല, എനിക്ക് ഭയങ്കര ടെൻഷനാണ് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഞാൻ സ്പൈനൽ കോഡിൻ്റെ സർജറി ചെയ്തതാണ്. അപ്പോൾ എനിക്കിതൊക്കെ പറ്റുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. എൻ്റെ മേൽ തിരുമ്മാൻ പാടുണ്ടോ, എന്തെങ്കിലും ചെയ്യാൻ പാടുന്നൊക്കെ. അപ്പോൾ അവരെല്ലാം സമാധാനിപ്പിച്ച് ഞങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ ചെയ്തു തരുമെന്നാണ്. അങ്ങനെ അവരൊക്കെ ചെയ്തു തരും. അത് രേവതി വയനാട്, പിന്നെ അഞ്ജന നാദാപുരം, പിന്നെ ആതിര പുല്ലാളൂർ, ഇവരൊക്കെയാണ് എനിക്ക് ചെയ്തത്. അവരൊക്കെ വളരെ എൻ്റെ ഒരു അമ്മയോട് പെരുമാറുന്ന മാതിരി വളരെ സ്നേഹത്തോട് നല്ല, എൻ്റെ ടെൻഷനൊക്കെ അവർ മാറ്റിത്തരും. ചിലപ്പോൾ അവർ പാട്ടൊക്കെ പാടിത്തരും എനിക്ക് ടെൻഷൻ തോന്നിയാൽ. അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാൻ എത്രയോ സന്തോഷമായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ എനിക്ക് എത്രയോ നല്ല രീതിയിലാണ് ഈ ഇവിടുത്തെ ഹോസ്പിറ്റലിനോടും ഇവിടുത്തെ സ്റ്റാഫിനോടും ഇവിടുത്തെ ഡോക്ടേഴ്സിനൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ നിങ്ങൾ അറിയാൻ വൈകിയവരുണ്ടാവും ഇങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ ആയുർവേദം ഉണ്ട് എന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. ഒരുപാട് ആൾക്കിത് അറിയില്ല. ഞാൻ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് എല്ലാവരോടും പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് കേൾക്കണം എന്നാണ് ഞാൻ പറയുന്നത്.